ഹരിത കുങ്കുമ പതാകകൾ നിറഞ്ഞ തൃശൂർ നഗരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം. വനിതാ ശാക്തീകരണ രംഗത്ത് വളരെ വിപ്ലവകരമായ ഒത്തിരി നയങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ത്രീ ശക്തി സംഗമത്തെ അഭിസംബോധന ചെയ്യുകയാണ്. 2 ലക്ഷത്തിലേറെ വനിതകളാണ് നരേന്ദ്രമോദിയെ കാണാൻ വേദിയിൽ എത്തുക. വനിതാ സംവരണ ബില്ലും മുത്തലാഖ് നിരോധനവും ഒക്കെ നടപ്പാക്കിയ പ്രധാനമന്ത്രിക്ക് കേരളത്തിലെ സ്ത്രീ സമൂഹം ആദരവർപ്പിക്കുന്ന ഒരു സമ്മേളനം കൂടിയായി മാറുകയാണ് തൃശൂരിലെ ഇന്നത്തെ സമ്മേളനം. വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം നടക്കുന്ന വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്താണ് നരേന്ദ്രമോദിക്ക് വേദി ഒരുങ്ങിയിരിക്കുന്നത്. സമ്മേളന നഗരിയിൽ സ്ത്രീകൾക്ക് മാത്രമാണ് പ്രവേശനം. നഗരത്തിൽ 1 ലക്ഷം പ്രവർത്തകർ അണിനിരക്കുന്ന റോഡ് ഷോയുമുണ്ട്. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ നഗരം അക്ഷരാർത്ഥത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ഹരിത കുങ്കുമ പതാകകളാണ്. മോദിക്ക് സ്വാഗതം ഓതുന്ന ബോർഡുകളുണ്ട്, ബാനറുകളുണ്ട്. ഇതെല്ലാം കൊണ്ട് പാതകൾക്കിരുവശവും നിറഞ്ഞിരിക്കുകയാണ്. കേന്ദ്ര സുരക്ഷാ സേനയും കേരള പോലീസും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി 2 മണിയോടെ വ്യോമസേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററിൽ കുട്ടനെല്ലൂർ ഹെലിപാഡിൽ ഇറങ്ങും. തുടർന്ന് റോഡ് മാർഗം തൃശൂരിലേക്ക്. സ്വരാജ് റൌണ്ടിൽ ജനറൽ ആശുപത്രിക്ക് സമീപം പൗരാവലി മോദിയെ സ്വീകരിക്കും. തുടർന്ന് 1 കിലോമീറ്ററോളം റോഡ് ഷോയായി സമ്മേളന നഗരിയിലെത്തും. നായ്ക്കനാൽ കവാടം വഴിയാണ് പ്രധാനമന്ത്രി വേദിയിൽ പ്രവേശിക്കുക. 3 മണിക്ക് സ്ത്രീശക്തി സംഗമത്തിന് തുടക്കമാകും. മോദിയെ കാണാനുള്ള ആവേശത്തിലാണ് വനിതാ പ്രവർത്തകർ. 78-കാരിയായ ഇടുക്കിക്കാരി മറിയക്കുട്ടി, നടിയും നർത്തകിയുമായ ശോഭന, ക്രിക്കറ്റ് താരം മിന്നുമണി, ഗായിക വൈക്കം വിജയലക്ഷ്മി, പരിസ്ഥിതി സംരക്ഷക ശോശാമ ഐപ്പ്, പ്രമുഖ വസ്ത്ര ഡിസൈനർ ബീന കണ്ണൻ തുടങ്ങിയ പ്രമുഖ വനിതാ രത്നങ്ങൾ മോദിക്കൊപ്പം വേദി പങ്കിടും. പൊതുസമ്മേളനം നിയന്ത്രിക്കാനും മറ്റുമായി 150ഓളം വനിതാ വോളണ്ടിയേഴ്സിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. 1000ഓളം വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയും വേദിയുടെ സദസ്സിന്റെയും സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട്. നഗരത്തിലെ വിവിധ സേവന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും ആംബുലൻസ് ഉൾപ്പെടെ ഉള്ളവ നിയന്ത്രിക്കുന്നതും വനിതകളാണ്. ജൻധൻ യോജന മുതൽ അവസാന ബജറ്റിൽ പ്രഖ്യാപിച്ച മഹിളാ സമ്മാൻ സേവിംഗ്സ് സർട്ടിഫിക്കറ്റ് പദ്ധതി വരെ സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ടുള്ള മികച്ച ചുവടുവയ്പ്പാണ് നരേന്ദ്രമോദി സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. നാരി തു നാരായണി നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യമാണെന്നും സ്ത്രീകളുടെ ക്ഷേമത്തിനായുള്ള കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും 2019 തന്റെ കന്നി ബജറ്റ് പ്രസംഗത്തിൽ നിർമ്മല സീതാരാമൻ പറഞ്ഞതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ പുതിയ പ്രഖ്യാപനങ്ങളിലൂടെ ഉണ്ടായിരിക്കുന്നത്. പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്കും കാണാനെത്തുന്നവർക്കും സ്ഫോടക വസ്തു പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം മെറ്റൽ ഡിറ്റക്ടറിലൂടെ മാത്രമേ സദസ്സിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. മൈതാനത്തേക്ക് സ്ത്രീകൾക്ക് മാത്രമാണ് പ്രവേശനം. 1000ഓളം വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വേദിയുടെയും സദസ്സിന്റെയും സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുള്ളത്. ബാഗ്, കുപ്പിവെള്ളം, കുട തുടങ്ങിയവ അനുവദിക്കുകയില്ല. മൊബൈൽ ഫോൺ കൈവശം കരുതാവുന്നതാണ്. നഗരത്തിൽ അതേസമയം വാഹനങ്ങൾക്ക് സമ്പൂർണ്ണ നിയന്ത്രണമാണ്. 500-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ട്രാഫിക് ഡ്യൂട്ടികൾക്ക് വേണ്ടി മാത്രം വിന്യസിച്ചിട്ടുള്ളത്. സ്വരാജ് റൌണ്ടിലും നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും സ്ഥിതി ചെയ്യുന്ന എല്ലാ ഉയർന്ന കെട്ടിടങ്ങളിലും പോലീസ് പരിശോധന പൂർത്തിയാക്കി. ഇത്തരം സ്ഥലങ്ങളിൽ ഡ്യൂട്ടിക്കായി പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് വേദി, ബാരിക്കേഡ് തുടങ്ങി എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിട്ടുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവരെ കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രധാന വേദിയായ നായ്ക്കനാൽ പ്രദേശവും വടക്കുംനാഥ ക്ഷേത്ര മൈതാനവും ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള സ്ഫോടക വസ്തു പരിശോധന പൂർത്തിയാക്കി. മുഴുവൻ സമയം ജാഗ്രത പാലിക്കുന്നതിന് പോലീസ് കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നരേന്ദ്രമോദിക്ക് കേരളത്തിന്റെ മണ്ണിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.